മിശിഹായിൽ പ്രിയമുള്ളവരെ, ഇപ്പോൾ ക്രിസ്മസ് കാലഘട്ടമൊക്കെയല്ലേ. നമ്മുടെ ദിവ്യരക്ഷകനായ ഈശോയുടെ തിരുപ്പിറവയ്ക്കായി നാം ഒരുങ്ങുകയാണല്ലോ. ഈ അവസരത്തിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അത്യുന്നതൻ്റെ പുത്രനെന്നും പുത്രിയെന്നും വിളിക്കപ്പെടാൻ ആഗ്രഹമുണ്ടോ? എനിക്കുണ്ട് കേട്ടോ. അതിനായി നാം രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നത്. ഒന്നാമതായി, നമ്മെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ നമുക്ക് ക്ഷമിക്കാം. രണ്ടാമതായി, ഒന്നും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നമുക്ക് നന്മ ചെയ്യാം. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈശോ ഇതാ നമുക്കായി ഒരു സുവർണ അവസരം തന്നിരിക്കുന്നു. നമുക്ക് ആരോടെങ്കിലും വേദനയോ വിഷമമോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ നമുക്ക് ക്ഷമിക്കാം. ഒന്നും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാം. അതൊരു പക്ഷേ സ്നേഹമായിരിക്കാം, പ്രാർത്ഥനയായിരിക്കാം, സമയമായിരിക്കാം, അതെന്ത് തന്നെയുമാകട്ടെ. ഇങ്ങനെ ചെയ്യുമ്പോൾ നാം അത്യുന്നതൻ്റെ പുത്രനെന്നും പുത്രിയെന്നും വിളിക്കപ്പെടാൻ യോഗ്യരാകുന്നു. കൂടാതെ ദൈവത്തിൻ്റെ അനന്തമായ കരുണ നമ്മിലേക്ക് വർഷിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് കാലഘട്ടം ആശംസിക്കുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.